നമസ്തേ. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. സമ്പാദി പറഞ്ഞതനുസരിച്ച് സീത അന്വേഷണത്തിനായിട്ട് ആരൊക്കെയാണ് പോകുന്നതെന്ന് അറിയണ്ടേ? ഇന്ന് ടീച്ചറമ്മ ആരെയൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് മക്കൾക്ക് പറഞ്ഞു തരും. നമുക്ക് പറയാം, ചോദിക്കാം. ഓക്കെ, അപ്പോ എല്ലാവർക്കും സ്വാഗതം. സമ്പാദി പറഞ്ഞു ലങ്കയിൽ രാവണന്റെ അടുത്ത് സീത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ സീതയെ കണ്ടുപിടിക്കണമെങ്കിൽ സമുദ്രം ചാടിക്കടക്കണം. അപ്പൊ സമ്പാദി രാവണനുമായിട്ട് സഖ്യം ചെയ്തിട്ടുള്ളത് കൊണ്ട് സമ്പാദിക്ക് രാവണനോട് എതിർക്കാൻ പോകാൻ പറ്റില്ല. അങ്ങനെ സമ്പാദി ഇത്രയും പറഞ്ഞിട്ട് അപ്രത്യക്ഷനായി. ആ സമയത്ത് അങ്കദൻ എന്ന് പറയുന്ന വാനര ശ്രേഷ്ഠൻ എല്ലാവരോടും ചോദിക്കുന്നു, ആരാണ് ഈ സമുദ്രം ചാടിക്കടക്കുന്നത്, മഹേന്ദ്രഗിരിയിലേക്ക് എത്തുന്നത് ആരാണ് എന്നിങ്ങനെ ചോദിക്കുന്നു. അങ്ങനെ പലരും ഞങ്ങൾ ശ്രമിക്കാമെന്ന് പറയുന്നെങ്കിലും ആ ശ്രമങ്ങളൊക്കെ പാഴായി പോകുന്നു. അപ്പോഴാണ് നമ്മുടെ വീരനായ ഹനുമാന്റെ പ്രവേശനം. അപ്പൊ ഹനുമാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. വളരെ ശ്രേഷ്ഠനായ ബ്രഹ്മചാരിയായ മരണമില്ലാത്ത ഒരു വാനര ശ്രേഷ്ഠനാണ് ഹനുമാൻ. ചിരഞ്ജീവിയാണ്. അപ്പൊ ഹനുമാന്റെ ജീവിത കഥ നമുക്ക് കേൾക്കണമല്ലോ, കേക്കണ്ടേ? എനിക്കാണ് ഏറ്റവും അപ്പോ ഹനുമാൻ അഞ്ജന എന്ന് പറയുന്ന വാനര സ്ത്രീയുടെയും വായു ഭഗവാന്റെയും പുത്രനാണ്. അപ്പോ ഈ അഞ്ജന ദേവല സ്ത്രീയാണ്, പക്ഷേ എന്തോ ശാപത്തിലാണ് ഇവിടെ ഭൂമിയിൽ വാനര സ്ത്രീയായിട്ട് ജനിച്ചത്. ചോദിച്ചോട്ടെ, അഞ്ജനേയൻ എന്ന് പേര് കിട്ടുന്നത് അഞ്ജനയുടെ പുത്രൻ, അഞ്ജനയുടെ പുത്രനായതുകൊണ്ടാണ് ആഞ്ജനേയൻ എന്ന പേര്. വായു ഭഗവാന്റെ പുത്രനായതുകൊണ്ട് മാരുതി അങ്ങനെയും പേര് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ അഞ്ജന പ്രസവിച്ചു കഴിഞ്ഞപ്പോ പിന്നീട് അഞ്ജനയ്ക്ക് ദേവലോകത്തേക്ക് പോകേണ്ട സമയമായി. അപ്പൊ ഈ ഉണ്ണിക്കുരങ്ങനെ ആരെ ഏൽപ്പിച്ചിട്ട് പോകും? അപ്പൊ ആ ഉണ്ണിക്കുരങ്ങൻ തന്നെ തന്റെ ഭാവി എന്താണ്, തന്റെ ജീവിത വൃത്തി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അഞ്ജനയോട് ചോദിക്കുന്നു. അപ്പൊ തന്റെ പ്രിയപ്പെട്ട മകനോട് ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കി പറഞ്ഞു, ഇതുപോലെയുള്ള പഴുത്ത നല്ല നല്ല പഴങ്ങൾ നിനക്ക് ഭക്ഷിക്കാനാകും, നിനക്ക് ഒരിക്കലും മരണം ഉണ്ടാകില്ല, യാതൊരു തരത്തിലുള്ള കോട്ടവും നിനക്ക് സംഭവിക്കില്ല, ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജന അപ്രത്യക്ഷയായി കഴിഞ്ഞപ്പം ഉണ്ണിക്കുരങ്ങൻ ഇങ്ങനെ നോക്കിയപ്പോൾ ആകാശദേശത്ത് അങ്ങനെ ചുവന്ന പഴുത്ത് തുടുത്തു നിൽക്കുന്ന സൂര്യഭഗവാനെ കണ്ടു. അത് സൂര്യഭഗവാനാണെന്നൊന്നും അറിഞ്ഞുകൂടാ. ഒറ്റ ചാട്ടത്തിന് ആ പഴം തന്നെ ആദ്യം പറിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹനുമാൻ ചാടി സമയത്ത് അദ്ദേഹം അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ രാഹു സൂര്യനേക്കാൾ വലിയ ബിംബമായിട്ട് നിൽക്കുന്നു. ഉടനെ രാഹുവിനെ കടന്നാക്രമിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോ കാണാം ഐരാവതം അവിടെ നിൽക്കുന്നു. ഐരാവതം ആരാണെന്ന് അറിയാമോ? ദേവേന്ദ്രന്റെ വെള്ള ആന. ദേവേന്ദ്രന്റെ ഒരു കുതിരയുണ്ട്, പേരറിയാമോ? ദേവേന്ദ്രന്റെ കുതിരയുടെ പേര് ഉച്ചൈസ്രവസ്. കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് ചോദിക്കുമ്പോ നമുക്ക് ഉച്ചൈസ്രവസ് എന്നാണ് കുതിരയുടെ പേര്. അപ്പോ ഈ ദേവേന്ദ്രന്റെ ആനയെ പിടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ദേവേന്ദ്രൻ എന്ത് ചെയ്തു? തന്റെ ആയുധം വെച്ച് ഒറ്റ ഏറു ഹനുമാൻ. അപ്പൊ അതെന്ത് ചെയ്തു? അതിന്റെ താടിയിൽ മുറിവുണ്ടാക്കി താഴേക്ക് വീണു. പിന്നെ തന്റെ മകൻ ഇങ്ങനെ താഴെ ഭൂമിയിലേക്ക് വീഴുന്നാണ്ട് വായു ഭഗവാന് ഭയങ്കര സങ്കടമായി. വായു ഭഗവാൻ തന്റെ മകനെ എടുത്തു നേരെ അങ്ങ് പാതാളത്തിലേക്ക് പോയി. പാതാളത്തിലേക്ക് പോയപ്പോഴത്തേക്ക് ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം സ്തംഭനാവസ്ഥയിലായി. വായു വേണ്ടേ? എല്ലാം സ്തംഭിച്ചു പോയി. എല്ലാ ജീവജാലങ്ങളും നശിച്ചു പോകും വായുവിന്റെ പ്രഭാവം ഭൂമിയിലില്ലെങ്കിൽ. അപ്പോ ദേവന്മാരെല്ലാരും കൂടെ നേരെ
പാതാളത്തിലേക്ക് ചെന്നു. പാതാളത്തിലേക്ക് ചെന്ന് വായു ഭഗവാനെ സാന്ത്വനപ്പെടുത്തി, നിന്റെ മകനൊന്നും സംഭവിക്കില്ല, അവന് എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകും. അപ്പൊ ഈ മുറിവ് താടിയില് ഹനുവിൽ മുറിവ് തട്ടിയത് കൊണ്ട് ഹനുമാൻ എന്നുള്ള പേര് അദ്ദേഹത്തിനുണ്ടായി. അപ്പൊ ഹനു എന്ന് പറയുന്നത് താടി. ദേവേന്ദ്രന്റെ വജ്രായുധം ഹനുവിൽ തട്ടിയത് കൊണ്ട് ദേവകൾ ഹനുമാൻ എന്ന് ആ ഉണ്ണിക്കുരങ്ങനെ പേരിട്ടു. അത് മാത്രമല്ല, ഓരോ ദേവന്മാരായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കുകയും ചെയ്തു. ബ്രഹ്മാവ് അദ്ദേഹത്തെ ആയുഷ്മാൻ ഭവ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. പിന്നെ ദേവേന്ദ്രൻ ശസ്ത്രങ്ങളിൽ നിന്ന് നിനക്ക് അപകടമുണ്ടാകാതിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. മഹാവിഷ്ണു നീ ദൈവഭക്തനായി തീരട്ടെ, വിഷ്ണു ഭക്തനായി തീരട്ടെ എന്ന് അനുഗ്രഹിച്ചു. അഗ്നിദേവൻ അഗ്നി ഒരിക്കലും ഹനുമാന് ദോഷമുണ്ടാക്കില്ല എന്ന് അനുഗ്രഹിച്ചു. ലങ്കയിൽ പോകുമ്പോൾ അങ്ങനെ അഗ്നിയിൽ നിന്നൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് അനുഗ്രഹിച്ചു. പിന്നെ കാലൻ നിനക്ക് മരണമുണ്ടാകില്ല എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ എല്ലാ ദേവന്മാരും ഹനുമാന് ഒരുപാട് അനുഗ്രാശസ്സുകൾ നൽകി പോയി. അപ്പൊ അതിനുശേഷം ഹനുമാന് സൂര്യനെ ഭഗവാനാക്കി പിന്നെ വേദങ്ങളെല്ലാം പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. അങ്ങനെ സൂര്യദേവന്റെ അടുത്ത് ചെന്നിട്ട് സൂര്യൻ സഞ്ചരിക്കുന്നതനുസരിച്ച് 60 വിനാഴിക കൊണ്ട് സൂര്യഭഗവാനോടൊപ്പം തന്നെ നടന്ന് അദ്ദേഹം വേദങ്ങളും എല്ലാം പഠിച്ചു. അപ്പൊ ഇത്ര 60 വിനാഴിക കൊണ്ട് നാഴിക കൊണ്ട് ഇതൊക്കെ പഠിച്ച തന്റെ ശിഷ്യന്റെ ആ ഗുണം കണ്ട് സൂര്യഭഗവാന് വളരെ സന്തോഷമായി. അപ്പൊ എന്തായാലും ആ കാലഘട്ടങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗുരുദക്ഷിണ കൊടുക്കണം. അപ്പൊ എന്താണ് അങ്ങേക്ക് ഗുരുദക്ഷിണ വേണ്ടത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അത്ഭുതാവഹമായ നിന്റെ പഠനശേഷി തന്നെയാണ് എന്റെ ഗുരുദക്ഷിണ എന്ന് പറഞ്ഞു. അപ്പോ ഹനുമാൻ സമ്മതിച്ചില്ല, അത് പറ്റില്ല, അത് പോരാ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഋഷിമുഖാചലത്തിൽ എന്റെ മകനായ സുഗ്രീവനും ബാലിയും ഒരുമിച്ച് താമസിക്കുകയാണ്. ബാലിയുടെ അത്രയും കഴിവുള്ള ആളല്ല സുഗ്രീവൻ. സുഗ്രീവൻ കുറച്ച് ദുർബലനാണ്. അങ്ങനെയുള്ള സുഗ്രീവന്റെ മന്ത്രിയായി, അവന്റെ സന്തക സഹചാരിയായി എപ്പോഴും നീ കൂടെ ഉണ്ടാകണം. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി, ഹനുമാൻ വളരെ സന്തോഷത്തോടു കൂടി നേരെ കിഷ്കിന്ധയില് എത്തി. അങ്ങനെയാണ് അദ്ദേഹം സുഗ്രീവന്റെ ഒപ്പം ആയത്. ഒരിക്കൽ ഈ ഹനുമാന് തൃണബിന്ദു എന്ന് പറയുന്ന മുനിയിൽ നിന്ന് ഒരു ശാപം കിട്ടി. അതായത് നിന്റെ കഴിവുകളൊക്കെ മറഞ്ഞിരിക്കട്ടെ, അല്ലെങ്കിൽ നിനക്ക് ഓർമ്മയില്ലാതിരിക്കട്ടെ എന്ന്. അപ്പൊ ആ ശാപത്തെ പറ്റി ജാംബവാൻ അറിയാമായിരുന്നു. അങ്ങനെ ഈ സമുദ്രം ചാടി മഹേന്ദ്രഗിരിയിലെത്താൻ ഹനുമാന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ജാംബവാന് മനസ്സിലായി. ജാംബവാൻ എന്ത് ചെയ്തു, ഹനുമാനെ അടുത്ത് വിളിച്ചിട്ട് നിന്റെ ബലവീര്യ പരാക്രമങ്ങളെ കുറിച്ച് അങ്ങോട്ട് പ്രശംസിക്കാൻ തുടങ്ങി. അപ്പൊ ആ പ്രശംസയ്ക്കനുസരിച്ച് ഹനുമാനിൽ തന്റെ പഴയ തേജസ്സും ഓജസ്സും എല്ലാം വന്നു തുടങ്ങി. അങ്ങനെ വന്നിട്ട് ഹനുമാൻ എന്ത് ചെയ്തു, ഒരൊറ്റ ചാട്ടം നേരെ അദ്ദേഹം മഹേന്ദ്രഗിരിയുടെ മുകളിലെത്തി. മഹേന്ദ്രഗിരിയിലെത്തിയപ്പോ പലരും അദ്ദേഹത്തിന്റെ വഴി തടയാനായിട്ട് നിന്നു. അദ്ദേഹം കൈയും കാലും ഒക്കെ വിടർത്തി അങ്ങോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. വാലും ഒക്കെ ഉയർത്തി തലയും ഒക്കെ പൊക്കി പിടിച്ച് സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് സുരസ എന്ന് പറയുന്ന നാഗമാതാവ് വായും പുലർത്തി നിൽക്കുന്നു. അപ്പോ ഹനുമാൻ ഉടനെ വീണ്ടും വീണ്ടും വലുതായി, ശരീരമൊക്കെ വലുതാക്കി. അപ്പോ അതനുസരിച്ച് ആ നാഗമാതാവിന്റെ വായും തുറന്നു. അപ്പൊ എന്ത് ചെയ്തു, ആ വായി കൂടെ അവസാനം കയറിയിട്ട് ശരീരം വളരെ ശുഷ്കമാക്കി, ചെറിയ ശരീരമാക്കി ചെവി കൂടെ പുറത്താണ്. അതിനുള്ള കഴിവുണ്ട്, വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ട്. അപ്പോ അങ്ങനെ ഇറങ്ങിയതിന് ശേഷം കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പം ഛായാഗ്രഹണി എന്ന് പറയുന്ന രാക്ഷസി നിഴൽക്കുത്ത് നടത്തി തടഞ്ഞു നിർത്തി. നിഴലിട്ട് തടഞ്ഞു നിർത്തി. അപ്പൊ എന്ത് ചെയ്തു, തന്റെ ഇടത്തെ കാലുകൊണ്ട് ഒറ്റ ചവിട്ട് കൊടുത്ത് അവളെ കൊന്നു. ഇതെല്ലാം
ഈ ഓരോ രാക്ഷസന്മാരും അല്ലെങ്കിൽ രാക്ഷസന്മാരായിട്ടും അസുരന്മാരായിട്ട് വരുന്നവരെയൊക്കെ ദേവന്മാരോ അല്ലെങ്കിൽ മഹർഷിമാരോ ഒക്കെ ശപിച്ചു വിടുന്നതാണ്. അപ്പൊ ഈ ഓരോരുത്തരുടെ വരവ് കൊണ്ട് അവർക്ക് ശാപമോക്ഷം ലഭിക്കുകയും ചെയ്യും. ഛായാഗ്രഹണിയെ ഒറ്റ ചവിട്ട് കൊണ്ട് കൊന്നു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ ചെന്നപ്പോ മാരുതി ക്ഷീണിച്ചു. അങ്ങനെ ക്ഷീണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കടലിൽ താണു കിടന്ന മൈനാക പർവ്വതം ഉയർന്നു വന്നു. ഹനുമാൻ അതിലിരുന്നു വിശ്രമിച്ചു. ഫലമൂലാദികളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. അതെല്ലാം ഭക്ഷിച്ചു. എന്നിട്ട് വീണ്ടും അവിടുന്ന് യാത്ര തുടർന്നു. അങ്ങനെ ലങ്കയിലെത്തിയപ്പോൾ ലങ്കാലക്ഷ്മി തടഞ്ഞു. ലങ്കാലക്ഷ്മിയെ രാക്ഷസിയാണ്. ലങ്കാലക്ഷ്മിയെ വധിച്ചിട്ട് കയറി. അവിടെ ചെന്നപ്പോൾ ആദ്യം രാവണന്റെ കൊട്ടാരം, അത് കഴിഞ്ഞ് അന്തപുരം. അങ്ങനെ ഹനുമാൻ സീതാദേവിയെ കണ്ടു. അദ്ദേഹം മരത്തിന്റെ ആ ശിംശിപ വൃക്ഷത്തിന്റെ ഇടയിൽ കയറി ഇരുന്നത് കൊണ്ട് വേറെ ആരും അദ്ദേഹത്തെ കണ്ടില്ല. അപ്പൊ സീതാദേവിയെ കണ്ട് വളരെ സന്തോഷമായി. അങ്ങനെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ. എല്ലാരും അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് കേൾക്കാനായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.